ഇന്നത്തെ ക്വസ്റ്റ്യൻ ഫെബ്രുവരി 2025 മോഡൽ എക്സാമിൻ്റെ 5th ക്വസ്റ്റ്യനാണ്. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ 20 ആൻഡ് പാരലൽ ടു വൈ ആക്സിസ്. ഇതാണ് അതിലത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിൻറ്റ് -11 ഫ്രം ദ ലൈൻ 12 × x + 6 = 5 × y - 2. അപ്പോൾ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിൻറ്റ് 20 ആണ്. അപ്പോൾ 20 എന്ന് പറയുന്ന പോയിൻ്റ് ഏതാണ്? ഇത് 10 1,0 ഇത് 0,0 ഇത് 1,0 ഇത് ഏതാണ്? 2,0. അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്നതാണ് 2,0 എന്ന് പറയുന്ന പോയിന്റ്. ഇതിലൂടെ പാസ് ചെയ്യണം. പിന്നെ ഏതിന് പാരലായിരിക്കണം? വൈ ആക്സിസിന് പാരലായിരിക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കുക, ഇതിലൂടെ പാസ് ചെയ്യണം വൈ ആക്സിസിന് പാരലായിട്ട് വരയ്ക്കുന്ന ലൈൻ. ഈ ലൈൻ്റെ ഇക്വേഷനാണ് ചോദിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, വൈ ആക്സിസിന് പാരലായിട്ട് വരയ്ക്കുന്ന ലൈൻ എന്തായിരിക്കും? x = 2. അതായത് ഏത് പോയിന്റ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പോയിന്റ് എടുത്ത് എന്താ വരിക? 2,1 വരും. ഈ പോയിന്റ് ഏതാണ്? 2,2 എന്ന് വരും. ഈ പോയിന്റ് ഏതാ വരിക? 2,-1. അതായത് ഈ ലൈൻ്റെ മേലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x = 2 ആണ് ഒന്നാമത്തെ ആൻസർ. ഇനി രണ്ടാമത്തെ ഇത് എന്താ പറയുക? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് -1,1 ഫ്രം ദ ലൈൻ 12 × x + 6 = 5 × y - 2. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 12 × x + 6 = 5 × y - 2 എന്നുള്ള നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, അതായത് ax + by + c = 0 എന്നുള്ള രൂപത്തിലേക്ക് ആക്കാം. ഇതെങ്ങനെയാണ് വരുന്നത്? 12 × x + 12 × 6 = 5 × y - 5 × 2 എന്നുള്ള രൂപത്തിലേക്ക് വരും. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ വരിക? 12x + 12 × 6 72 = 5y - 10 വരും. ഈ റൈറ്റ് സൈഡിലെ ടേംസിനൊക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്താൽ എന്താ വരിക? 12x + 72 - 5y - 10 ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ +10 = 0 എന്ന് വന്നു. അപ്പോൾ 12x - 5y 12x - 5y 72 + 10ൻ്റെ വാല്യൂ എന്തായി? 82 = 0. അപ്പോൾ അത് ഏത് ഫോമായി? ax + by + c = 0 എന്നായി. നമുക്കറിയാം ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് x1 y1 ടു ദ ലൈൻ ax + by + c = 0 എന്ന് പറയുന്നത് d = മോഡുലസ് ax1 + by1 + c / √a² + b² ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? വാല്യൂസ് ഒക്കെ നോക്കുക. ഇവിടെ x1 y1 എന്ന് പറയുന്നത് -1 1 ആണ്. അപ്പോൾ x1ൻ്റെ വാല്യൂ -1, y1ൻ്റെ വാല്യൂ 1 ആണ്. ഇനി എയുടെ വാല്യൂ എന്താ? 12. a = 12, b = എത്രയാണ് വരുന്നത്? -5, c = 82. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? d = മോഡുലസ് എയുടെ വാല്യൂ 12 × x1ൻ്റെ വാല്യൂ -1 + ബിയുടെ വാല്യൂ -5 × y1ൻ്റെ വാല്യൂ 1 + സിയുടെ വാല്യൂ എന്താ വരുന്നത്? 82 / എയുടെ വാല്യൂ 12² + -5² എന്ന് വരും. ഇതെങ്ങനെയാണ് വരിക? = 12 × -1 -12 + -5 × 1 -5 + 82 / √144 + 25 എന്ന് വന്നു. അപ്പോൾ ഇതിൻ്റെ മോഡുലസ് വാല്യൂ ആണ് വരുന്നത് മോഡുലസ് -12 -5 -17 + 82 / √169 എന്ന് വരും. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ 82 - 17 എന്ന് പറഞ്ഞാൽ 65 ആണ്. +65 / √169ൻ്റെ വാല്യൂ 13. അപ്പോൾ 65 / 13 മീൻസ് എത്രയാണ് വാല്യൂ? 5 ആണ് ഇതിൻ്റെ വാല്യൂ.